നമസ്കാരം. ഞാൻ ഡോക്ടർ ജേക്കബ് ജോർജ്, സീനിയർ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. നമുക്കെപ്പോഴും രോഗികളും പല ഡോക്ടർമാരും ഞങ്ങൾക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്, ഈ മരുന്ന് കൊടുക്കാവോ, വൃക്കയ്ക്ക് തകരാർ വരുമോ? അതുപോലെ വൃക്ക രോഗികൾ അവരും ചോദിക്കാറുണ്ട്, ചിലപ്പം ആൻറ്റിബയോട്ടിക്കോ ചിലപ്പം വേദനയ്ക്കുള്ള മരുന്നുകളോ വേറെ ഡോക്ടർമാർ എഴുതുമ്പോഴത്തേക്ക് ഇത് നമുക്ക് കഴിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ ഡ്രഗ്സ്, മരുന്നുകൾ തന്നെ വൃക്കകളിനെ ഡാമേജ് വരുത്താം. അതേപോലെ ചില ടോക്സിൻസ് നമ്മൾ സാധാരണ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ തന്നെ വൃക്കകളിനെ ബാധിക്കാം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഡ്രഗ്സും ടോക്സിൻസും എങ്ങനെയാണ് വൃക്കകളിനെ ബാധിക്കുന്നതിനെ പറ്റി സംസാരിക്കാം. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 20% രക്തം വൃക്കകളോട്ടാണ് വരുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു തോന്നലുണ്ട്, നമുക്ക് തലച്ചോറിനും അല്ലെങ്കിൽ ഹൃദയം അല്ലെങ്കിൽ കരളിനാണ് ഏറ്റവും കൂടുതൽ രക്തഫ്ലോ ഉള്ളത്. പക്ഷേ നമ്മളുടെ ഹൃദയത്തിൽ നിന്നുള്ള ബ്ലഡ് ഫ്ലോ ഒരു 20% വൃക്കകളോട്ട് വരുവാണെങ്കിൽ വൃക്കകളിൽ തീരെ ചെറിയ ഓർഗൻ ആയി പോലും അതിൻ്റെ പെർഫ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പെർഫ്യൂഷനുള്ള ഒരു ഓർഗനാണ് വൃക്കകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ വൃക്കകളിൽ കൂടുതൽ രക്തഫ്ലോ ഉള്ളതുകൊണ്ട് കൂടുതൽ കോൺസെൻട്രേഷൻ വൃക്കകളിലോട്ട് വരും. മാത്രമല്ല വൃക്കകളിൽ അതെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യും. നമുക്കറിയാം, നമ്മൾ വൃക്കകളിൽ നമുക്ക് ഒരു 180 ലിറ്ററാണ് ഒരു ദിവസം രക്തം വൃക്കകളിലോട്ട് പോകുന്നത്. പക്ഷേ ഒരു 1.5 ലിറ്റർ മൂത്രമായിട്ട് മാത്രമേ വരാറുള്ളൂ. അതിൻ്റെ അർത്ഥം ബ്ലഡ് ഫിൽറ്റർ ചെയ്യുന്നതിൻ്റെ ഒരു 178 ലിറ്റർ ശരീരത്തോട് തിരിച്ച് റീഅബ്സോർപ്ഷൻ വരും. അപ്പം കിഡ്നി അത് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അതാണ് മൂത്രം ഭയങ്കര കോൺസെൻട്രേറ്റ് ആയിട്ട് സാധാരണ നമ്മൾ തോന്നുന്നത്. വെള്ളം കുടിച്ചില്ലെങ്കിൽ യൂറിൻ കോൺസെൻട്രേറ്റ് ആവും. അപ്പം നമ്മൾ കഴിക്കുന്ന മരുന്നുകളും വൃക്കകളിൽ നല്ല കോൺസെൻട്രേഷൻ വന്നുകൊണ്ട് അതിൻ്റെ സ്ട്രെങ്ത് വൃക്കകളിൽ ഒത്തിരി കൂടുതൽ കാണും. അതുകൊണ്ട് തന്നെയായിരിക്കും വൃക്കകളിൽ ഈ മരുന്നുകളിൽ ടോക്സിസിറ്റി വരാൻ കൂടുതൽ സാധ്യതകൾ. ഏതൊക്കെയാണ് മരുന്നുകൾ വൃക്കകളിനെ ബാധിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും ഒരു തോന്നലുണ്ട്, നമുക്ക് വേദന സമ്പാദികൾ എന്ന് വെച്ചാൽ വേദനയ്ക്കുള്ള മരുന്നുകൾ NSAIDs വൃക്കകളിനെ ബാധിക്കാം. ഇത് ബാധിക്കുന്ന പലതരം കാരണങ്ങൾ കൊണ്ട് വരാം. ഒന്ന്, വൃക്കകളിലോട്ട് രക്തഫ്ലോ ചിലപ്പോൾ അത് കുറച്ച് ആയിട്ട് വരുത്തിയിട്ട് വൃക്കകളിലോട്ട് ബ്ലഡ് ഫ്ലോ ചിലപ്പോൾ കുറയ്ക്കാം. പിന്നെ ഇങ്ങനത്തെ മരുന്നുകൾ വൃക്കയിൽ ഇൻറ്റർസ്റ്റീഷ്യൽ നെഫ്രൈറ്റിസ് വരുത്താം. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ വേദന സമ്പാദികൾ കൊണ്ടുവരുന്ന വൃക്കയ്ക്ക് ഡാമേജ്. പിന്നെ വരുന്ന ഒരു പ്രധാന മരുന്നാണ് ആൻറ്റിബയോട്ടിക്സ്, പ്രത്യേകിച്ച് അമൈനോഗ്ലൈക്കോസൈഡ്സ്, അമിക്കസിൻ, ജെൻറ്റാമൈസിൻ. ഇങ്ങനത്തെ ഇഞ്ചെക്ഷൻസ് എടുക്കുമ്പം വൃക്കയ്ക്ക് തകരാറ് വരാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മൂത്രത്തിൻ്റെ അളവ് ഒരിക്കലും കുറഞ്ഞു വരത്തില്ല. എന്ന് വെച്ചാൽ വൃക്കകളിനെ ട്യൂബ്യൂൾസിനാണ് അത് ബാധിക്കുന്നത്. അപ്പം വൃക്കകളുടെ കോൺസെൻട്രേഷൻ കപ്പാസിറ്റി കുറച്ചിട്ട് മൂത്രം ധാരാളം പോവും. പക്ഷേ അതേസമയം നമ്മൾ രക്തം നോക്കുമ്പോഴത്തേക്കാണ് നമ്മൾ മനസ്സിലാവുന്നത് യൂറിയ ലെവൽ കൂടുതലാണ്, ക്രിയാറ്റിൻ ലെവൽ കൂടുതലാണ്. പിന്നെ നമ്മൾ സാധാരണ ഇപ്പം കണ്ടുവരുന്നത് നമ്മൾ ആൻജിയോഗ്രാഫി ചെയ്യുന്ന കോൺട്രാസ്റ്റ് ഡൈസ്. ഈ കോൺട്രാസ്റ്റ് ഡൈ ഇഞ്ചെക്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് സാധാരണ മൂത്രത്തിൽ കൂടെയാണ് ശരീരം അത് തള്ളിക്കളയുന്നത്. അപ്പം വൃക്കയ്ക്ക് ചെറിയ ഡാമേജ് ഉണ്ടെങ്കിൽ ഈ ഡൈ രക്തത്തിൽ കുറേ നേരം കിടക്കും. അപ്പോൾ ഈ രക്തത്തിൽ ഈ ഡൈയുടെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴത്തേക്ക് അത് തന്നെ വൃക്കയിലോട്ട് ബ്ലഡ് ഫ്ലോ കുറയ്ക്കാം, വൃക്കയ്ക്ക് തകരാറും വരുത്താം. പിന്നെ നമുക്ക് ചില പ്രഷറിൻ്റെ മരുന്ന് നമുക്കറിയാം, നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് രക്തസമ്മർദ്ദം കുറയും. പക്ഷേ ചിലപ്പം വൃക്കയിലോട്ട് ബ്ലഡ് ഫ്ലോ കുറഞ്ഞും ചിലപ്പം വരാം. പ്രത്യേകിച്ച് വൃക്കയിലോട്ട് ബ്ലഡ് ഫ്ലോ കുറഞ്ഞിരിക്കുന്ന കാലത്ത് നമ്മളിങ്ങനത്തെ ചില മരുന്നുകൾ കഴിക്കുമ്പോഴത്തേക്ക് വൃക്കയിലോട്ട് വീണ്ടും ബ്ലഡ് ഫ്ലോ കുറയുമ്പോഴത്തേക്ക് ചിലപ്പം ക്രിയാറ്റിൻ കൂടിയെന്നിരിക്കാം. പിന്നെ ചിലതരം ഡയൂറിറ്റിക്സ്, നമ്മൾ നീരിന് വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ, നമ്മൾ അത് കഴിക്കാൻ മൂത്രം കൂടുതൽ പോവും. പക്ഷേ ആ സമയത്ത് ചിലപ്പം ശരീരത്തിൽ വെള്ളം കുറഞ്ഞ് വരുമ്പോഴത്തേക്ക് കിഡ്നിക്ക് തകരാറ് വരാം. ചിലതരം ഡയബറ്റീസിനുള്ള മരുന്നുകൾ, ഈ ഡാപ്പാഗ്ലിഫോസിൻ, എംപാഗ്ലിഫോസിൻ, അങ്ങനത്തെ ഗുളികകൾ കഴിക്കുമ്പോഴത്തേക്ക് മൂത്രം കണ്ടമാനം പോവും. മൂത്രത്തിൽ കൂടെ ഉപ്പും ഷുഗറും പോവും. ആ സമയത്ത് നമ്മൾ ദേഹത്തിൽ വെള്ളം കുറഞ്ഞ് വന്നാലും വൃക്കയ്ക്ക് തകരാറ് വരാം. അപ്പം പല ഡ്രഗ്സ് വൃക്കയ്ക്ക് തകരാറ് വരുത്താം. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ടോക്സിൻസ് കൊണ്ട് തന്നെ വൃക്കയ്ക്ക് തകരാറ് വരാം. ഈ ടോക്സിൻസ് 2 തരമാണ് ഉള്ളത്. ഒന്ന് ശരീരത്തിലുണ്ടാകുന്ന ടോക്സിൻസ്, പിന്നെ നമ്മൾ കഴിക്കുന്ന ടോക്സിൻസ്. ഇപ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഒരു ടോക്സിനാണ് ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ നമുക്കറിയാം, ഈ രക്തത്തിൽ റെഡ് ബ്ലഡ് സെൽസിനകത്തുള്ളൊരു സാധനമാണ് ഹീമോഗ്ലോബിൻ. അത് നോർമലായിട്ട് ബ്ലഡിൻ്റെ സെൽസിനകത്താണ് കാണുന്നത്. പക്ഷേ സെൽസിന് എന്തെങ്കിലും ഡാമേജ് വരുമ്പോഴത്തേക്ക് ഈ ഹീമോഗ്ലോബിൻ രക്തത്തിലോട്ട് വരും. അത് ഹീമോളിസിസ് എന്ന് പറഞ്ഞ പ്രശ്നം കൊണ്ട് ഈ ഹീമോഗ്ലോബിൻ ബ്ലഡിൽ തന്നെ വന്നിട്ട് അതിന് കൊണ്ട് വൃക്കയ്ക്ക് തകരാറ് വരാം. ഈ ഹീമോളിസിസ് വരുന്ന ഒരു പ്രധാന അസുഖമാണ് മലേറിയ. പിന്നെ ചിലപ്പം ഡെങ്കിപ്പനി, പിന്നെ ചിലപ്പം കഴിക്കുന്ന മരുന്നുകൾ കൊണ്ട് ഈ ബ്ലഡിൽ ഹീമോളിസിസ് വന്നിട്ട് ഹീമോഗ്ലോബിൻ ബ്ലഡിലോട്ട് വന്നിട്ട് വൃക്കയ്ക്ക് തകരാറ് വരുത്താം. വേറൊരു ടോക്സിനാണ് മയോഗ്ലോബിൻ. ഈ മയോഗ്ലോബിൻ ഒരു പിഗ്മെൻ്റാണ്, നമ്മുടെ മസിലിനകത്ത് ഉണ്ടാകുന്ന ഒരു പിഗ്മെൻ്റാണ്. നോർമലി ആയിട്ട് അത് രക്തത്തിൽ വരുത്തില്ല.
പക്ഷേ നമുക്ക് മസിൽ ഇഞ്ചറി വരുമ്പോഴത്തേക്ക് ഈ മയോഗ്ലോബിൻ രക്തത്തിലോട്ട് വന്നിട്ട് അതും കിഡ്നീന് തകരാറ് വരുത്താം. മയോഗ്ലോബിൻ വരുന്നത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഒന്ന്, നമ്മൾ അമിതമായ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ. നമ്മൾ ഈയിടയ്ക്ക് തന്നെ ഒരാളിനെ കണ്ടു, പുള്ളിക്കാരന് സ്കൂളിൽ ഒരു റേസിന് പോയി, ഒരു മാരത്തൺ റേസിന് പോയപ്പോഴത്തേക്ക് പുള്ളിക്കാരന് അടുത്ത ദിവസം നോക്കി മൂത്രത്തിൽ ചുമന്ന നിറം കാണുന്നു. അതേസമയം മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. അപ്പം പുള്ളിക്കാരനെ പേടിച്ച് ആശുപത്രി വരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബ്ലഡിൽ യൂറിയ ലെവൽ കൂടുതൽ, ക്രിയാറ്റിൻ ലെവൽ കൂടുതൽ, ബ്ലഡിൽ മയോഗ്ലോബിൻ ലെവൽ ഭയങ്കര കൂടുതൽ. അപ്പോൾ ഇത് മസിൽ ഇഞ്ചറി കൊണ്ട് വന്ന ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ ആഴ്ച ഒരാൾ വന്ന് ഈയിടയ്ക്ക് തോട്ടത്തിൽ പുള്ളിക്കാരന് വാഴ കൃഷിക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് മമ്മട്ടി വെച്ച് കുറച്ച് പണി ചെയ്തു. പുള്ളിക്കാരനും അടുത്ത ദിവസം മനസ്സിലായി മൂത്രത്തിൻ്റെ അളവ് കുറവ്, മൂത്രത്തിൽ ചുമനിറം വന്ന്. നമ്മൾ ഇയാളിനെ നോക്കുമ്പോഴത്തേക്ക് മയോഗ്ലോബിൻ കൊണ്ടാണ് വൃക്കയ്ക്ക് തകരാറ് വന്നത്. പിന്നെ വരുന്ന എക്സോജീനസ് ടോക്സിൻസ്, നമ്മൾ കഴിക്കുന്ന ടോക്സിൻസ്. ഏറ്റവും ഒരു പ്രധാന ടോക്സിനാണ് മെർക്കുറി. ഇപ്പോൾ മെർക്കുറി നമ്മൾ ചിലപ്പോൾ ഈ ചില നാച്ചുറോപ്പതി ഉള്ള മരുന്നുകളിൽ വെച്ച് നമുക്ക് ചിലപ്പം കഴിക്കുമ്പോഴത്തേക്ക് മെർക്കുറി കൊണ്ട് വൃക്ക തകരാറ് വരാം. ചിലപ്പോൾ ഈ ഫേസ് വൈറ്റനിങ് ക്രീംസിൽ അതിന് മെർക്കുറി ഉണ്ട്, അതും വെച്ചും വൃക്ക തകരാറ് വരാം. പിന്നെ വരുന്ന ലെഡ്, നമുക്കൊക്കെ പെട്രോളിനകത്ത് കിടക്കുന്ന ലെഡ്, അതുപോലെ ബാറ്ററിക്കകത്തുള്ള ലെഡ്. ഇത് നമ്മൾ അൺലെഡഡ് പെട്രോളാണ് ഇപ്പം കിട്ടുന്നത്. പഴയ കാലത്തൊക്കെ ലെഡഡ് പെട്രോളാണ്. അപ്പോൾ ഈ ലെഡ് കൊണ്ടും വൃക്ക തകരാറ് വരാം. പിന്നെ കണ്ടുവരുന്നത് ഓക്സലേറ്റ്. ഇപ്പോൾ നമ്മൾ ഇരുമ്പൻ പുള്ളി, നമ്മുടെ ഒരു സാധാരണ കണ്ടുവരുന്നത് ഇരുമ്പൻ പുള്ളി കൂടുതൽ കുടിച്ചാൽ അവർ വിചാരിക്കും കൊളസ്ട്രോൾ ലെവൽ കുറഞ്ഞു വരും. ഇരുമ്പൻ പുള്ളിയുടെ ജ്യൂസിനകത്ത് മുഴുവൻ ഓക്സലേറ്റാണ്. അപ്പോൾ നമ്മൾ 3-4 കേസ് ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. ക്രിയാൻ പെട്ടെന്ന് കൂടി വരുന്നത് നമ്മൾ ചോദിച്ച് വരുമ്പോഴത്തേക്ക് അവർ ഇരുമ്പൻ പുള്ളിയുടെ ജ്യൂസ് കുടിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ മൂത്രത്തിൽ ഓക്സിഡേറ്റ് ലെവൽ കൂടുതൽ. അപ്പോൾ ഈ ഇരുമ്പൻ പുള്ളിയുടെ ജ്യൂസ് കൂടുതൽ അടിച്ച് കുടിക്കുകയാണെങ്കിലും അത് വെച്ചും വൃക്ക തകരാറ് വരാം. അപ്പം പല കാരണം കൊണ്ട് ഈ ഡ്രഗ്സും ടോക്സിൻസും വൃക്ക തകരാറ് വരുത്താം. അപ്പോൾ നമ്മൾ നേരത്തെ മരുന്നുകളാണ് വൃക്കയ്ക്ക് തകരാറ് വരുത്തുന്ന മരുന്നുകളും. അതുപോലെ ഈ ചില ടോക്സിൻസ് കൊണ്ട് വൃക്ക തകരാറ് വരുന്നത് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് അത് തടയാൻ നമുക്ക് സാധിച്ചേക്കും. നന്ദി, നമസ്കാരം.